ഹലോ, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗ് ആണ് കേട്ടോ. ഇന്ന് എന്റെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് കരുനാഗപ്പള്ളിൽ പോവാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ വാങ്ങിക്കണം. പിന്നെ ലഞ്ച് നമുക്ക് ഇന്ന് പുറത്തുനിന്നാണേ. അപ്പൊ അമ്മ ഹായ് ഒക്കെ പറയുന്നുണ്ട്. ബർത്ത്ഡേകൾ നിൽക്കുന്നു എന്റെ ഡാഡി. അപ്പൊ നമ്മൾ 4 പേരും കൂടെ ആണ് കരുനാഗപ്പള്ളിൽ പോണത്. ആസ് യൂഷ്വൽ കാറിൽ തന്നെയാണ് പോണത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് അമ്മീസ് അല്ല വാഗണാറിലാണ് കേട്ടോ നമ്മൾ പോണത്. വാഗണാറിൽ ഇതുപോലെ തന്നെ എന്റെ അനിയൻ കുറെ കാറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, അവന് ചെറിയൊരു വണ്ടിപ്രാന്തുണ്ട്. ഈ ഇടയ്ക്ക് അവൻ പോയി കുറെ കാറ് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പോണത് നല്ലഭൂമി റെസ്റ്റോറന്റിലോട്ടാട്ടോ കരുനാഗപ്പള്ളിൽ. കാരണം നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങിയത്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ട് വന്നാൽ നമുക്ക് സീറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ വന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അതിന്റെ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ പടമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ. വലിയ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയൻ മട്ടൻ ബിരിയാണി, ഞാനും അമ്മയും ചിക്കനും, ഒരാൾ ബീഫും ആയിരുന്നേ പറഞ്ഞേ. പക്ഷെ മട്ടൻ ബിരിയാണി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു തീർന്നു പോയെന്ന് പറഞ്ഞു. പിന്നെ അവൻ ബീഫ് തന്നെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചിക്കനിലോട്ട് മാറി. പിന്നെ പപ്പ ആസ് യൂഷ്വൽ എപ്പോഴും പപ്പ ചോറ് തന്നെയാണ് ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കഴിച്ചു തുടങ്ങിയതാ. പപ്പ അമ്മയ്ക്ക് വാരിയൊക്കെ കൊടുക്കുന്നു കേട്ടോ. ഭയങ്കര സ്നേഹമാണ്, എപ്പോഴും ഇല്ലെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി സ്റ്റുഡിയോയിലോട്ട് പോകണം. സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ചെരുപ്പ് വാങ്ങാനുണ്ട് അനിയൻ്റെ കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ തന്നെ പോയി വാങ്ങണം കേട്ടോ. അതിനുവേണ്ടി സ്റ്റുഡിയോയിൽ പോയി. പിന്നെ നമ്മൾ പപ്പയ്ക്ക് അവിടെ നിന്ന് ഒരു ഷർട്ട് എടുത്തു കേട്ടോ. നല്ല ഷർട്ടായിരുന്നു, 599. നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലും എൻ്റെ ഡ്രസ്സെല്ലാം സ്റ്റുഡിയോ നാട്ടോ എടുക്കുന്നത്. എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ വെറ്റ്സ് ഇന്ത്യയിൽ പോയി. വെറ്റ്സ് ഇന്ത്യയിൽ ആക്ച്വലി നമ്മൾ അങ്ങനെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. നമ്മൾ കൂടുതൽ എസ് ഭാരതിലാട്ടോ പോണത്. അപ്പോൾ എൻ്റെ ചേട്ടത്തി സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ചുരിദാർ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സാരി കളക്ഷൻസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മ എടുത്ത സാരിയാണ്. മഹേശ്വരി സിൽക്സ് ആണോ കല്യാണി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ രണ്ടിൽ ഏതോ ഒന്നാണ് കേട്ടോ. ഇതാ നിൽക്കുന്ന എൻ്റെ അനിയൻ അവിടെ ഇന്ന് എന്തൊക്കെയോ ഫോണിൽ പറയുന്നുണ്ട്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1300 രൂപ എങ്ങാണ്ടായെന്ന് തോന്നുന്നു കേട്ടോ ഈ സാരിക്ക്. പിന്നെ ഈ മഞ്ഞയും ഓറഞ്ചോ റെഡ് പോലത്തെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതും പിടിച്ചോണ്ട് നിന്നത്. പക്ഷെ ഞാൻ സാരി ഉടുക്കത്തില്ല ഗൈസ്. പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി. നമ്മൾ കോഹിനൂര് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ വന്നു. എൻ്റെ ഒരു കൊറിയർ അപ്പുറത്തെ വീട്ടിൽ വന്നിരിപ്പുണ്ടായിരുന്നു. അതും എടുത്ത് നമ്മൾ വീട്ടിൽ കയറി ഗൈസ്. അപ്പം ബർത്ത്ഡേ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ബൈ.